നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമേരിക്കയും ഇറാനും കഴിഞ്ഞ കുറേ വർഷങ്ങളായി അവർ തമ്മിലുള്ള നയതന്ത്ര ബന്ധം അത്ര മെച്ചപ്പെട്ടതൊന്നുമല്ല. കഴിഞ്ഞ ഫെബ്രുവരി 28 മുതൽ രണ്ട് രാജ്യങ്ങളും ഘോരമായ യുദ്ധത്തിലായിരുന്നു. അതായത് അമേരിക്കയും ഇസ്രായേലും ഇറാനുമേൽ കനത്ത ആക്രമണമാണ് നടത്തിയത്. ഇറാൻ്റെ ആണവ സമ്പുഷ്ടീകരണം അവസാനിപ്പിക്കണം, ആണവായുധം നിർമ്മിച്ച് ഇസ്രായേലിനെ പോലെയുള്ള രാജ്യങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിൽ നിന്ന് പിന്മാറണം എന്നെല്ലാം അമേരിക്ക നിരവധി തവണ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ഇറാൻ അതിന് തയ്യാറായില്ല. ഇറാൻ്റെ ഉള്ളിൽ അവിടുത്തെ ഭരണകൂടത്തിനെതിരെ ഒരു വലിയ പ്രക്ഷോഭം ഉയർന്നത് നമ്മൾ കണ്ടതാണ്. എന്നാൽ ആ പ്രക്ഷോഭത്തെ അടിച്ചമർത്തുന്ന ഭരണകൂടത്തിനെതിരെ അമേരിക്ക ശക്തമായി പ്രതിഷേധിച്ചിരുന്നു. അതിനുശേഷമാണ് അമേരിക്കയുടെ ആഗ്രഹങ്ങൾക്ക് അല്ലെങ്കിൽ അമേരിക്ക പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാത്തതിനെ തുടർന്നാണ് ഇറാനെതിരെ വലിയ യുദ്ധം ആരംഭിച്ചത്. ഫെബ്രുവരി 28-നാണ് ആദ്യ ആക്രമണം നടന്നത്. ആ ആദ്യ ആക്രമണത്തിൽ തന്നെ അവിടുത്തെ ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനിയെ വധിക്കാൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും സാധിച്ചു. പിന്നീട് അങ്ങോട്ട് കനത്ത ആക്രമണം, മനുഷ്യത്വരഹിതമായ ആക്രമണമാണ് ഇസ്രായേലും അമേരിക്കയും ഇറാനുമേൽ നടത്തിയത്. മാത്രമല്ല ഇറാൻ ഇതിനെതിരെ പല രീതിയിൽ തിരിച്ചടിക്കുകയും ചെയ്തു. അതായത് ഇറാൻ ഇസ്രായേലിനെതിരെ ആക്രമണം തീർച്ചയായും നടത്തി. മാത്രമല്ല ഗൾഫ് രാജ്യങ്ങൾ, അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളുള്ള രാജ്യങ്ങൾ, അമേരിക്കയുടെ ആക്രമണത്തിന് ഇത്തരം രാജ്യങ്ങൾ സഹായം നൽകുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് എണ്ണയുൽപാദക രാജ്യങ്ങളാണ് ഈ തിരിച്ചടിക്ക് ഇറാൻ തിരഞ്ഞെടുത്ത രാജ്യങ്ങൾ. ഖത്തറും കുവൈത്തും സൗദി അറേബ്യയും UAE-യും എല്ലാം ഇറാൻ്റെ ആക്രമണത്തിന് ഇരയായി. അങ്ങനെ വലിയ രീതിയിൽ നേർക്കുനേർ പോരാട്ടം നടത്തി വന്നിരുന്ന രണ്ട് സൈന്യങ്ങളാണ് അമേരിക്കയും ഇറാനും. എന്നാൽ കഴിഞ്ഞ ദിവസം ഹോർമൂസ് കടലിടുക്കിൽ കണ്ടത് വളരെ വിചിത്രമായ ഒരു കാര്യമാണ്. അമേരിക്കയും ഇറാൻ സൈന്യവും പരസ്പരം കൈകോർത്ത് പിടിച്ചുകൊണ്ട് അവിടെ ഹോർമൂസ് കടലിടുക്കിൽ പാകിയിട്ടുള്ള മൈനുകൾ നീക്കം ചെയ്യുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു താൽക്കാലിക വെടിനിർത്തൽ വന്നത്. ഈ താൽക്കാലിക വെടിനിർത്തൽ പ്രകാരം ഈ മാസം 22-നകം ശാശ്വതമായ ഒരു കരാർ അമേരിക്കയും ഇറാനും തമ്മിൽ ഒപ്പുവയ്ക്കണം എന്നതാണ് ഉദ്ദേശം. മാത്രമല്ല ഇറാൻ്റെ സഖ്യകക്ഷികൾക്കെതിരെ, ഹിസ്ബുള്ളയ്ക്കെതിരെയൊക്കെ നടത്തുന്ന ആക്രമണങ്ങളും അവസാനിപ്പിക്കണം എന്ന് ഇറാൻ പറഞ്ഞിരുന്നു. അങ്ങനെ അമേരിക്കയും ഇറാനും തമ്മിൽ നിലവിൽ വന്ന താൽക്കാലിക വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഇസ്രായേലും ലെബനോനും തമ്മിലുള്ള വെടിനിർത്തലും യാഥാർത്ഥ്യമായി. 10 ദിവസത്തേക്കാണ് ലെബനോനെ ഇനി ആക്രമിക്കില്ല എന്ന് ഇസ്രായേലിനെ ഇനി ആക്രമിക്കില്ല എന്ന് ലെബനോനും തീരുമാനിച്ചത്. അങ്ങനെ ലെബനോനിലും വെടിനിർത്തൽ നിലവിൽ വന്നു കഴിഞ്ഞിരുന്നു. ലെബനോനിൽ വെടിനിർത്തൽ വന്നതോടുകൂടി ഇറാൻ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടഞ്ഞു വച്ചിരിക്കുകയായിരുന്നു. ആ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഇറാൻ തുറന്നു കൊടുക്കുകയാണ് ചെയ്തത്. മാത്രമല്ല ഇറാൻ പറഞ്ഞത് ഏതു രാജ്യത്തിനും ഇനി ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കാം, അവരുടെ ചരക്ക് കപ്പലുകൾക്ക് അതുവഴി കടന്നു പോകാം. പക്ഷേ ഇറാൻ്റെ പോർട്സ് ആൻഡ് മാരിടൈം ഓർഗനൈസേഷൻ പറയുന്ന വഴിയിലൂടെ മാത്രമേ കപ്പലുകൾ സഞ്ചരിക്കാവൂ. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ പാതകളിലെല്ലാം, സാധാരണ കപ്പലുകൾ സഞ്ചരിക്കുന്ന പാതകളിലെല്ലാം ഇറാൻ മൈനുകൾ പാകിയിട്ടുണ്ട്. എന്നാൽ മൈനുകൾ നീക്കം ചെയ്തിട്ടുള്ള ഇറാൻ്റെ തീരത്തോട് ചേർന്നുള്ള ഭാഗത്തുകൂടെ ആവണം ഇനി കപ്പലുകൾ പോകേണ്ടത്. അല്ലാത്ത പക്ഷം ആ കപ്പലുകൾ തകർക്കപ്പെടും. അതുകൊണ്ട് തന്നെ ഈ സുരക്ഷിത പാതയൊരുക്കാനായി ഇറാൻ പാകിയിട്ടുള്ള മൈനുകൾ നീക്കം ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ തീരുമാനം വന്നതിന് തൊട്ടു പിന്നാലെയാണ് അമേരിക്ക ഈ മൈനുകൾ നീക്കം ചെയ്യുന്നതിന് ഇറാൻ സൈന്യത്തെ സഹായിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷമാണ് അമേരിക്കൻ സൈന്യവും ഇറാൻ സൈന്യവും തോളോട് തോൾ ചേർന്നുകൊണ്ട് ഈ ഹോർമൂസ് കടലിടുക്കിൽ പാകിയിരിക്കുന്ന മൈനുകളെല്ലാം നീക്കം ചെയ്തത്. വരും മണിക്കൂറുകളിൽ പല രാജ്യങ്ങളുടെയും കപ്പലുകൾ, ഹോർമൂസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന പല രാജ്യങ്ങളുടെയും കപ്പലുകൾ ഇനി അതുവഴി കടന്നു പോയേക്കാം. എന്തായാലും ഇറാൻ ഇപ്പോൾ ഹോർമൂസ് കടലിടുക്ക് തുറന്നിട്ടുണ്ട്. പക്ഷേ അത് ശാശ്വതമാണ് എന്ന് വിചാരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു ശാശ്വതമായ സമാധാന കരാറിൻ്റെ വക്കിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴും അദ്ദേഹം പറഞ്ഞ അടുത്ത സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറാൻ അടുത്ത ബുധനാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഒരു സമാധാന കരാറിൽ ഒപ്പിടണം, അല്ലാത്ത പക്ഷം ഞങ്ങൾ ഈ ഉപരോധം തുടരും. ഉപരോധം തുടർന്നാൽ സംഘർഷവും ഉണ്ടാകും എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത്. അതായത് ഇറാൻ
ഇറാൻ തുറമുഖങ്ങളെ അമേരിക്ക ഇപ്പോഴും ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ്റെ തുറമുഖങ്ങളിലേക്ക് പോകുന്ന കപ്പലുകളെയും ഇറാൻ്റെ തുറമുഖത്തിൽ നിന്ന് പുറപ്പെടുന്ന കപ്പലുകളെയും അമേരിക്ക ഹോർമൂസ് കടലിടുക്കിനടുത്ത് വെച്ച് തടയുകയാണ്. ഇത് തുടർന്നാൽ തീർച്ചയായും ഞങ്ങളും ഈ ഹോർമൂസ് കടലിടുക്ക് അടച്ചിടും. അതുവഴി ലോകമെമ്പാടുമുള്ള ഈ അസംസ്കൃത എണ്ണയുടെയും LPGയുടെയും ഒക്കെ നീക്കം തടസ്സപ്പെടും. ലോകമെമ്പാടുമുള്ള അസംസ്കൃത എണ്ണയുടെയും LPG നീക്കത്തിൻ്റെയും ഒക്കെ 20% ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളിതിനെ വീണ്ടും ബ്ലോക്ക് ചെയ്യും എന്ന് ഇറാൻ പറയുന്നുണ്ട്. എന്തായാലും സമാധാന കരാറിൽ വന്നില്ല എങ്കിലും 22-ന് ശേഷം വെടിനിർത്തൽ നീട്ടാതിരുന്നാൽ തീർച്ചയായും ഉപരോധം അമേരിക്ക തുടരും. അങ്ങനെ ഉപരോധം തുടർന്നാൽ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും ഇറാൻ അടച്ചിടും. അത് വീണ്ടും സംഘർഷത്തിലേക്ക് നയിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇറാൻ ഹോർമൂസ് കടലിടുക്ക് തുറന്നിരിക്കുന്നു. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഈ 22-ന് ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ പരമാവധി കപ്പലുകൾ പുറത്തേക്കും അകത്തേക്കും പോവുക എന്ന നയമാണ് വിവിധ രാജ്യങ്ങൾ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ കപ്പലുകൾ കടന്നു പോകുന്നത് ഇറാൻ്റെ കൃത്യമായ സുരക്ഷാ പ്രോട്ടോക്കോൾ അനുസരിച്ച് വേണം എന്ന് ഇറാൻ ഇപ്പോൾ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് ഇറാൻ ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയുമാണ്. എന്തായാലും പരമാവധി സമയത്തിനുള്ളിൽ ഈ എണ്ണ ഗതാഗതം അല്ലെങ്കിൽ എണ്ണക്കടത്ത് അത് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാനും രാജ്യങ്ങളിൽ ഈ എണ്ണ പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാനും ഒക്കെയാണ് ഇപ്പോൾ രാജ്യങ്ങൾ ശ്രമിക്കുന്നത്. അതിനിടയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ അത് രണ്ടാം വട്ട ചർച്ചകൾ ഇസ്ലാമാബാദിൽ ആരംഭിക്കും. തിങ്കളാഴ്ച രണ്ടാം വട്ട ചർച്ചകൾ ആരംഭിക്കും എന്നാണ് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പറയുന്നത്. ആദ്യ വട്ട ചർച്ചകൾ പാകിസ്ഥാൻ മുൻകൈയെടുത്ത് നടത്തിയ ആദ്യ സമാധാന ചർച്ചകൾ അത് പരാജയത്തിലേക്ക് പോയിരുന്നു. അവിടെ അമേരിക്കയും ഇറാനും പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുകയും ചില കാര്യങ്ങളിൽ കടുംപിടുത്തം പിടിക്കുകയും ചെയ്തു. പ്രധാനമായും 3 കാര്യങ്ങളിലാണ് അമേരിക്കയും ഇറാനും തമ്മിൽ ഇപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളുള്ളത്. അതിലൊന്ന് ഇറാൻ്റെ ആണവ സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട അധികാരമാണ്. ഒരു കാരണവശാലും ഇനി ആണവ സമ്പുഷ്ടീകരണം നടത്താൻ, യുറേനിയം സമ്പുഷ്ടീകരണം നടത്താൻ ഇറാനെ അനുവദിക്കില്ല എന്ന നിലപാടാണ് അമേരിക്ക എടുത്തിരിക്കുന്നത്. അത് തങ്ങളുടെ അവകാശമാണ് എന്ന് ഇറാനും പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഹോർമൂസ് കടലിടുക്ക് അത് ഞങ്ങൾ തുറന്നു തന്നാലും അത് ആ മേഖലയുടെ അവകാശം ഇറാനാണ് എന്ന് ഇറാൻ പറയുന്നുണ്ട്. പക്ഷേ അമേരിക്ക അതിനെ എതിർക്കുന്നുണ്ട്. ഇതൊരു അന്താരാഷ്ട്ര കപ്പൽ ചാലാണ്, ഒരു കാരണവശാലും അതിനെ അനുവദിക്കാൻ കഴിയില്ല എന്ന് അമേരിക്ക പറയുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം ഈ നഷ്ടപരിഹാരം സംബന്ധിച്ചാണ്. അമേരിക്ക ശക്തമായ ആക്രമണമാണ് യുദ്ധകാലയളവിൽ ഇറാനിൽ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് ഞങ്ങൾക്ക് നഷ്ടപരിഹാരം വേണം എന്ന് ഇറാൻ പറയുന്നുണ്ട്. അതും അംഗീകരിക്കാൻ അമേരിക്ക തയ്യാറായിട്ടില്ല. ഈ 3 കാര്യങ്ങളിലാണ് ഇപ്പോൾ ചർച്ച ഉടക്കി നിൽക്കുന്നത്. ഈ 3 കാര്യങ്ങളിലും പരിഹാരം ഉണ്ടാകണം എന്ന് അമേരിക്ക പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് പാകിസ്ഥാൻ വീണ്ടും വേദിയൊരുക്കുന്നു. ഖത്തറും അതുപോലെ തന്നെ തുർക്കിയുമെല്ലാം സമാധാന ശ്രമങ്ങൾക്ക് മുന്നിലുണ്ട്. ഇസ്ലാമാബാദിനെ വേദിയാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുക. തിങ്കളാഴ്ച നടക്കുന്ന ചർച്ച ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. പക്ഷേ ഈ 3 കാര്യങ്ങളിലും വളരെ വിപ്ലവകരമായ നിലപാട് മാറ്റം ഇരു രാജ്യങ്ങളിലും ഉണ്ടായില്ല എങ്കിൽ തീർച്ചയായും രണ്ടാം ഘട്ട സമാധാന ചർച്ചയും പരാജയപ്പെടാനാണ് സാധ്യത.